മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അമൃതബിന്ദു ഉദരരോഗങ്ങൾക്ക് ഉത്തമ പ്രതിവിധി. NCK Group, growing globally. ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. നല്ല നമസ്കാരം. അമൃതബിന്ദു MCK ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന മാറ്റുലിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ജോബി ജോൺ. അപ്പോൾ നീട്ടുന്നില്ല, ഇന്നലെ നിർത്തിയോടുന്ന് വീണ്ടും ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഒല്ലൂർ നിയോജകമണ്ഡലത്തിലെ മലയോര ഗ്രാമമായ പുത്തൂർ പഞ്ചായത്തിലെ മരോട്ടിച്ചാൽ പ്രദേശത്തെ റോഡും അതോടൊപ്പം തന്നെ ഒരു പാലവുമായി നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് ഇന്നലെ ഞങ്ങൾ തുടക്കം കുറിച്ചത്. ആ ചർച്ചയിൽ വീണ്ടും ഞങ്ങൾ ആരംഭിക്കുകയാണ്. എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇവിടെ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ പ്രദേശവാസികളെല്ലാം തന്നെ ഈ മലയോര ഹൈവേയിലേക്ക് സ്വപ്നം കണ്ടിരിക്കുകയാണ്. നമ്മൾ സംസ്ഥാനത്തെ പല സ്ഥലങ്ങളിലും മലയോര ഹൈവേയുടെ മനോഹരമായ ചിത്രങ്ങളും ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ പലപ്പോഴും എന്ത് മനോഹരമായ റോഡ്, സുഖകരമായി സഞ്ചരിക്കുന്ന റോഡ്. ഞാൻ ചോദിക്കുന്നത്, ഇത്തരം ഒരു വികസന പ്രവർത്തനങ്ങളൊക്കെ നാട്ടിൽ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ആശങ്കകൾ ആദ്യഘട്ടത്തിൽ പരിഹരിക്കേണ്ടത് ഒരു കടമയായിരുന്നില്ലേ? അതായത് ആദ്യം തന്നെ ഈ റോഡിൻ്റെയും ഈ പാലത്തിൻ്റെയും ശോചനീയാവസ്ഥ ജനങ്ങൾക്ക് ഇവിടുത്തെ നാട്ടുപ്രദേശത്തേക്ക് എത്തിച്ച മാറ്റുലിക്ക് ഒരു അഭിവാദ്യം. വലിയ സന്തോഷം. പിന്നെ നിലവിൽ ഈ റോഡും പാലവും വളരെ ശോചനീയാവസ്ഥയിലാണ് എന്ന് കാലങ്ങളായിട്ട് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇവിടെ വലതുപക്ഷ ഇടതുപക്ഷം ഒന്നും അവിടെ കൂട്ടിച്ചേർക്കാതെ തന്നെ നാട്ടുകാരുടെ പൊതുവായ ഒരു ആവശ്യമാണ് ഈ പാലം, പ്രത്യേകിച്ച് ഈ വഴി. അതിൽ ഈ വഴി 2 കൊല്ലം മുമ്പാട് ഈ പാലത്തിൻ്റെ ശോചനീയാവസ്ഥയിൽ പാലം തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ MLAയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം, പ്രത്യേകിച്ച് നമ്മുടെ മിനിസ്റ്ററുടെ നിർദ്ദേശപ്രകാരം കളക്ടർ വരികയും അതിന് വലിയൊരു ഫണ്ട് പെട്ടെന്ന് കൈകാര്യം ചെയ്തെടുക്കാൻ ഒരു ഫണ്ട് നിയോഗിക്കുകയും ചെയ്തതാണ്. പക്ഷെ അത് പ്രാക്ടിക്കലാക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താ വെച്ചാൽ മലയോര മേഖലയ്ക്ക് മാത്രമായി ഒരു ഫണ്ട് മാറ്റിവെച്ച് മലയോര ഹൈവേയുടെ പ്രൊജക്റ്റ് എന്ന രീതിയിലുള്ളത് കൊണ്ട് അത് നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വലിയൊരു ധർമ്മസങ്കടം അതിനുണ്ടായിരുന്നു. അതിന് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി, പ്രത്യേകിച്ച് ആ റോഷനിയൊക്കെ അതിലേക്ക് എടുത്തു പറയേണ്ടതാണ്. വാർഡ് മെമ്പർ എന്നതിനേക്കാൾ ഉപരി നല്ല രീതിയിൽ തന്നെ അതിന് ഞങ്ങളുടെ കൂടെ സഹകരിക്കുകയും ഞങ്ങളെ കൊണ്ടൊക്കെ ആവുന്ന സഹായങ്ങൾ ചെയ്യുകയും ചെയ്തതാണ്. ഇപ്പോൾ ഒരുവിധം എല്ലാവിധ അതിൻ്റെ പ്രാഥമിക ഘട്ട പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞതാണ്. ഇനി എത്രയും പെട്ടെന്ന് അത് നടപ്പിലാക്കണം. അതിൽ തടസ്സവാദികളുണ്ടോ? തടസ്സവാദികൾ ചില എന്താ പറയാ, സ്വാർത്ഥ മോഹികളാണ് അതിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാല് രേഖാപ്രകാരം ഇവിടെ അപകടം നടന്നോട്ടെ എന്നുള്ള ഉദ്ദേശമുണ്ട്. അങ്ങനെ ഉണ്ടോന്ന് അറിയില്ല. കാരണം രേഖാപ്രകാരം ഭൂമി കൈവശമുള്ള ആളുകളിൽ ബഹുഭൂരിപക്ഷം ആളുകളും വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളാണ് എന്ന് കരുതി ചെറിയ അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അത് പരിഹരിക്കുകയും അതിന് വേണ്ട മാനദണ്ഡങ്ങൾ ഞങ്ങൾ എല്ലാ തരത്തിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പാർട്ടി എന്ന രീതിയിലും അതേമാതിരി ജനപ്രതിനിധികൾ എന്ന രീതിയിലൊക്കെ അതിനിടെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ, സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ മേടിച്ചു കൊടുക്കാനൊക്കെ റെഡിയാണ്. പക്ഷേ എന്ന് പറയാ, ഭൂമി കൈവശമില്ലാതെയും അതിനെ കയ്യേറുകയും ചെയ്തുകൊണ്ട് ബിസിനസ്സോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് നിൽക്കുന്ന ആളുകൾക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രയാസം. അവരാണ് ഇതിന് തടസ്സം നിൽക്കുന്നതും. എന്താ പറയാ, ഈ മലയോര ഹൈവേ അതിനേക്കാൾ ഉപരി പ്രത്യേകിച്ച് ഈ വഴിനട ഈ ചെറയുടെ വലിയൊരു ആവശ്യകത അറിയാം. കാരണം അത്രയും അപകടാവസ്ഥയിലാണ് ഇതിന്റെ ഒരു കിടപ്പ്. അത് ആ റോഷന് അത് ഇത്ര കൃത്യമായിട്ട് അറിയാൻ കാരണം ഒരുമിച്ച് അതിന്റെ അടിയിൽ ഇറങ്ങി നോക്കിയിട്ടുള്ളതാണ്. ഞങ്ങളടക്കം ഇത് ചിത്രീകരിച്ചിട്ടുണ്ട്. അതെ, മാറ്റുള്ളവരുടെ ചിത്രീകരണം അത് കൃത്യമാണ്. കാരണം ഇവിടുത്തെ ജനങ്ങൾ അതിന്റെ അടിയിലേക്ക് എല്ലാവരും പോയിട്ടില്ലെങ്കിലും പോയവർക്കും മനസ്സിലാവും. അതൊരു ഭാഗ്യം കൊണ്ട് കടന്നു പോകുന്നതാണ് വാഹനങ്ങളൊക്കെ. അപ്പൊ ഇനി ഒട്ടും വഴിക്കാതെ ആ പാലം അതോടുകൂടി മലയോര ഹൈവേ അതുകൂടെ പ്രാവർത്തികമാക്കണം. ഈ മുന്നേറ്റത്തിന് തടസ്സം നിൽക്കുന്ന ഇതുപോലുള്ള ഇത്തിൽക്കണ്ണികളായ കുറച്ച് ആളുകൾ ഇവിടുത്തെ വികസനത്തിന് മുരടിപ്പിക്കാൻ ശ്രമിക്കുന്ന മനഃപൂർവ്വമാണ്. കാരണം എന്താ വെച്ചാൽ അവർക്ക് അർഹതപ്പെടുന്ന ഭൂമി നഷ്ടപ്പെടുന്നതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവും. പക്ഷേ അതല്ലാതെ പുറമ്പോക്ക് ഭൂമി കയ്യേറി അവിടെ വാണിജ്യാടിസ്ഥാനത്തിൽ വലിയ ബിൽഡിങ്ങുകളും മറ്റുള്ളതും പൊക്കിക്കൊണ്ട് അത് പിന്നീട് ഒരു 2 മീറ്റർ അതിലേക്ക് വിട്ടുകൊടുക്കാൻ പറയുമ്പോൾ ഔദാര്യമായി ചോദിക്കുന്നത് പോലെയല്ല ഭാഷ മാറി. ഇപ്പോൾ എന്താ പറയുക, അവകാശമായി കിട്ടേണ്ട സാധനങ്ങൾ പോലും ഔദാര്യമായി ചോദിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇവിടുത്തെ പഞ്ചായത്തും സർക്കാരും എത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ പാടില്ല. എന്നോട് വന്നപ്പോൾ കണ്ട ദൃശ്യങ്ങൾ 2 ഭാഗത്തും കൃത്യമായിട്ട് അളന്ന് കല്ലുകൾ ഇട്ടിട്ടുണ്ട്. പ്രേക്ഷകരുടെ ദൃശ്യങ്ങൾ ഞങ്ങൾ കാണിക്കാം. അപ്പോൾ ഇതിന് അളവുകൾ കൃത്യമായിട്ട് തന്നെയാണ് സൃഷ്ടിച്ചത്. അപ്പോൾ ഞാനിവിടെ നിന്ന് നോക്കുമ്പോൾ ഈ പാലത്തിൻ്റെ വീതി അനുസരിച്ച് അങ്ങനെ നോക്കുമ്പോൾ ഒരു മനോഹരമായൊരു
ദേവാലയം, എനിക്ക് തോന്നുന്നു മരോട്ടിച്ചാലിൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾ തന്നെ എന്ന് പറയുന്ന ദേവാലയം മലങ്കര RC പള്ളിയാണ്. ഈ പള്ളി, ഇവിടെ ദേവാലയങ്ങൾ ധാരാളമുണ്ട്, ആരാധനാലയങ്ങൾ ധാരാളമുള്ളൊരു മനോഹരമായ സന്തോഷമുള്ള ഒരു ഗ്രാമം തന്നെയാണ്. പക്ഷേ ഈ ഒരു റോഡ് അത്തരത്തിൽ വരികയാണെങ്കിൽ ആ ദേവാലയത്തിൻ്റെ പകുതി ഭാഗങ്ങളൊക്കെ പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ വലിയ എതിർപ്പുകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു പ്രത്യേക എതിർപ്പൊന്നും ഞങ്ങൾക്ക് കത്തോലിക്ക സമൂഹത്തിനില്ല. കത്തോലിക്ക പള്ളിക്ക് റോഡ് വരുന്നതിനെ സ്വാഗതം ചെയ്യുകയാണ്, വളരെ 100% സ്വാഗതം ചെയ്യുകയാണ്. ഈ റോഡ് വരുന്നതെന്ന് കേട്ട് ഏകദേശം ഒരു 6 വർഷം മുമ്പാട് തന്നെ ഞങ്ങളുടെ പള്ളിയിലെ പ്രതിയോഗം എന്ന് പറയും, പ്രതിയോഗം തീരുമാനം എടുത്തിട്ടുണ്ട്. ഇതിനാവശ്യമായ സ്ഥലം വിട്ടുകൊടുക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. അത് പിന്നെ അതിൽ ഉണ്ടായ ചെറിയൊരു ആശയക്കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇടവയിൽ പുതിയൊരു അച്ഛൻ വന്നു. അത് ഏകദേശം 5-6 മാസമായിട്ടുള്ള അച്ഛൻ വന്നിട്ട് അച്ഛനെ ഇവിടുത്തെ രീതികളെക്കുറിച്ച് അറിയില്ല. അപ്പം ഞങ്ങളിത് ആവശ്യപ്പെട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു പൊതുയോഗം വിളിക്കണമെന്ന് പറഞ്ഞു. പൊതുയോഗം വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ പൊതുയോഗം വിളിച്ചു. പൊതുയോഗത്തിൽ ഏകദേശം ഒരു 90 പേരോളം പങ്കെടുത്തു. അതിൽ 3-4 പേര് എതിർപ്പ് പറഞ്ഞു. അത് സ്വാഭാവികമായിട്ട് അവരുടെ വീടിൻ്റെ പടി പോണതിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് ഇടവക്കാർക്ക് യാതൊരു ആശങ്കയില്ല. അങ്ങനെയാണ് പൊതുയോഗത്തിൽ ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ ആളുകൾ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞു വന്ന ഒരു വാക്കുകൂടി പറഞ്ഞോട്ടെ. ഈ ആശങ്ക ഉണ്ട്. ഈ ആശങ്ക പരിഹരിക്കാൻ ഈ TCBയുടെ റിപ്പോർട്ടിംഗ് ഞങ്ങളുടെ മേലധികാരികൾക്ക് അവർ അറിവിലേക്ക് ആകട്ടെ എന്നും ഈ ഇത്രയും ഫണ്ട് അനുവദിച്ച് ഈ പാലം പണിയാമെന്ന് പറഞ്ഞ ഇടതുപക്ഷ സർക്കാരിന് ഉള്ള അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടും പ്രത്യേകിച്ച് നമ്മുടെ MLAയും റവന്യൂ മന്ത്രി രാജേട്ടനും അതോടൊപ്പം തന്നെ TCBക്കും അതിൻ്റെ റിപ്പോർട്ട് ജോബിക്കും എല്ലാവിധ നന്ദിയും കടപ്പാടുകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. തീർച്ചയായിട്ടും ഈ ഒരു അധ്യായം നമ്മൾ ചിത്രീകരിക്കുന്നത് ഒരു വിഷയമല്ല, ഒരു വിഷയത്തെ എടുത്ത് അത് പരിഹരിക്കുന്ന ഒരു അവസാന സമയത്ത് ഉണ്ടാവുന്ന ചില ആശങ്കകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു അധ്യായമാണ്. തീർച്ചയായിട്ടും ഇതൊരു മാതൃകാപരമായ ഒരു അധ്യായം തന്നെയായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. കഴിഞ്ഞ 17 വർഷമായിട്ട് യാത്ര തിരിക്കുമ്പോൾ ഇതുപോലെ രണ്ടാമതൊരു അധ്യായം എടുക്കേണ്ടതായ ചില സ്ഥലങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് മരോട്ടിച്ചാലിൽ എടുക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരികളുടെ അടുത്തേക്ക് ഒന്നുകൂടി എത്തിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഇവിടെ റോഡിൻ്റെ വികസനത്തിന് ആരും തന്നെ എതിരല്ല. അത് നല്ല കാര്യമാണ്. റോഡ് വികസനങ്ങൾ നമുക്ക് വരണം. പ്രത്യേകിച്ച് ഈ പുത്തൂർ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഇനിയുള്ള നാളുകളിൽ ലോകോത്തരമായി ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പഞ്ചായത്തായിട്ട് മാറാൻ പോവുകയാണ്. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് അടക്കം കായൽ ടൂറിസം അങ്ങനെ ഒട്ടനവധി മേഖലയുണ്ട്. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം തന്നെ ഇവിടെ ചിമ്മിരി ഡാമിലേക്ക് എളുപ്പം നടക്കാം. അതുപോലെ ഓലക്കയം ഇലഞ്ഞിപ്പാറ വെള്ളച്ചാട്ടമുണ്ട്. അതിലേക്കും ഞങ്ങൾ വൈകാതെ തന്നെ അധികാരികളുടെ അടുത്തേക്ക് എത്തിക്കുന്ന മറ്റൊരു അധ്യായമാണ്. ഇവിടെ മനോഹരമായ ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വേണ്ട രീതിയിലൊന്ന് പരിഗണിച്ച് കഴിഞ്ഞാൽ പുത്തൂർ പഞ്ചായത്തിന് ഒരുപാട് വരുമാനങ്ങൾ എത്തിക്കാൻ പറ്റുന്നൊരു മേഖലയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു റോഡിന് ആരും തന്നെ എതിരല്ല. പക്ഷേ ഇവിടുത്തെ ജനങ്ങളുടെ ചില ആശങ്കകളുണ്ട്. അത്തരം ആശങ്കകൾ പരിഹരിക്കുവാൻ അധികാരികൾ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. അത്തരം ആശങ്കകൾ പരിഹരിച്ചാൽ മാത്രമേ ഒരു പദ്ധതിയുടെ പ്രവർത്തനത്തിന് മുന്നോട്ട് പോകാൻ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ. ഒരു വികസനം നമ്മുടെ നാടിന് ആവശ്യമാണ്. പക്ഷേ വികസനങ്ങൾ വരുമ്പോൾ ഇതുപോലെയുള്ള ചില ചർച്ചകളും ഇതൊക്കെ സ്വാഭാവികമാണെന്നേ. പക്ഷേ ഇതെല്ലാം അങ്ങോട്ട് രമ്യമായി പരിഹരിക്കുകയാണ് നമുക്ക് ആവശ്യം. എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു നിമിഷത്തെ? അല്ല, ഇതിലിപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. രമ്യമായി പരിഹരിക്കാൻ വേണ്ടി പഞ്ചായത്ത് മെമ്പർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ്, പാർട്ടികള്, കോൺഗ്രസ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടി, ഇതിൽ രാഷ്ട്രീയമല്ല. ഞാൻ ഒറ്റ കാര്യം ചോദിക്കണേ. എങ്കിലും ഞാൻ പറയാൻ കാരണം ഇത് മരോട്ടിച്ചാലെന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ, എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. അപ്പൊ ഇതൊക്കെ എല്ലാവരും പ്രവർത്തിച്ചു, സംസാരിച്ചു, ഇതിനൊന്നും ആരും തയ്യാറാവാത്തൊരു സിറ്റുവേഷൻ. അപ്പൊ എനിക്കിതിൽ പറയാനുള്ളത്, ഇപ്പോ നമ്മുടെ റോഡ് വികസനം വേണം, പാലം വരണം. ഇതിൽ ഗവൺമെന്റ് ചെയ്യാവുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ പറയുന്ന അവകാശപ്പെടുന്ന ഭൂമി അത് ഗവൺമെന്റിന്റെ ആണോ വ്യക്തികളുടെ ആണോ അത് തരംതിരിക്കേണ്ട ഒരു മാത്രം ചെയ്താൽ ഈ പാലവും നമുക്ക് പണിയാം, ഈ റോഡും നമുക്ക് പണിയാം. ഇത്രയാണ് എനിക്ക് പറയാൻ. പുറമ്പോക്ക് ഭൂമി മാത്രം പിടിച്ചെടുത്താൽ അത് മാത്രം മതി. ആരും ഔദാര്യം വേണ്ട, ഒരു ഗവൺമെന്റിനും ഔദാര്യം വേണ്ട. കയ്യേറ്റങ്ങളല്ല, ഇതൊക്കെ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള പട്ടയങ്ങളും, അതായത് 40, 50, 60 വർഷം മുന്നുള്ള പട്ടയങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോഴത്തെ ഡിജിറ്റൽ സർവേ വരുമ്പോൾ ഈ പട്ടയങ്ങളുടെ അളവൊന്നും അത് കറക്റ്റ് അല്ല. അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റോഡും പാലം പണിയാനുള്ള സൗകര്യവും സ്ഥലവും കാര്യങ്ങളെല്ലാം കിട്ടും. പാലത്തിന്റെ നിർമ്മാണം എത്രയും വേഗം ആരംഭിക്കേണ്ടത് ആവശ്യകതയല്ലേ? പ്രത്യേകിച്ച് നമുക്കറിയാം, ഓരോ മഴക്കാലങ്ങൾ, നല്ല ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിലൂടെ സഞ്ചാരത്തെന്ന് പറഞ്ഞാൽ വലിയ പ്രതിസന്ധിയാണ്. ഒരു അപകടം, ഞാൻ പലപ്പോഴും സൂചിപ്പിച്ച ഈ അധ്യായങ്ങളൊക്കെ എടുക്കുമ്പോൾ സൂചിപ്പിക്കുന്ന അപകടം നടന്നിട്ട് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ലെന്നേ. അപ്പോൾ ഇതിന്റെ തുടക്കം വേഗം തന്നെ കുറിക്കേണ്ടതല്ലേ? പിന്നെ പാലത്തിന്റെ പാലം തന്നെ വളരെ ശോചനീയാവസ്ഥയില്ല. എൻ്റെ അടിയിൽ ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കാണാവുന്നൊരു വിഷയമാണ്. പക്ഷേ ഇത് പാലം പണിയാനായിട്ട് ഇവിടെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് 2-3 സാമൂഹിക ദ്രോഹികൾ മാത്രമേ അതിനകത്ത് വിഷമം പറയുന്നുള്ളൂ. മറ്റുള്ളവരൊക്കെ സാകുന്നത് തന്നെ പറയണത്. അപ്പോൾ എത്രയും വേഗം പാലം നമുക്ക് ഇവിടെ നിർമ്മിക്കണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. നിലവിൽ ഒരു വികസനത്തിന് അങ്ങനെ ആരും തന്നെ എതിരല്ല.
പക്ഷേ ഉള്ളിൽ കുറേ പേരുടെ ഉള്ളിൽ ആശങ്കകളുണ്ട്. അത്തരം ഒരു ആശങ്കകൾ പരിഹരിക്കുന്നതിൽ ഒരു പാളിച്ച സംഭവിച്ചിട്ടുണ്ടോ? ഇത് മരോട്ടിച്ചാലിലേ ഞാനൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന ഒരാളാണ്. എൻ്റെ ഓർമ്മ വയ്ക്കുന്ന കാലത്ത് ഈ പാലം ഒരു രാഷ്ട്രീയ കെ കരുണാകരൻ, മരിച്ചുപോയ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ്റെ കാലത്താണ് ഈ പാലം ഇവിടെ പണിതത്. ഉദ്ഘാടനം ചെയ്തത് ഒരു ആർഭാടമായ ഒരു ആഘോഷമായിരുന്നു ഈ നാട്ടിൽ. ഇന്ത്യ രാഷ്ട്രീയ കക്ഷിപ്പ് അതെല്ലാം മറന്നു വെച്ചുകൊണ്ട് ഒരു ആർഭാടമായ ആഘോഷത്തിലാണ് ഈ പാലം അന്ന് പണിത്. മരോട്ടിച്ചാലിക്ക് റോഡ് ഉണ്ടാവുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. അന്ന് ഈ റോഡ് വെറുതെ ഉണ്ടായതൊന്നുമല്ല, ആളുകൾ വിട്ടുകൊടുത്തും ഒക്കെ ഉണ്ടായ റോഡ് തന്നെ. ഈ മരോട്ടിച്ചാലിലെ ഏകദേശം ഈ മൂട്ടിലെ എല്ലാ റോഡുകളും എല്ലാവരും വിട്ടുകൊടുത്തൊക്കെ ഉണ്ടായ റോഡാണ്. ആ കട ഇന്ന് ഇരിക്കുന്നത് ഈ ചിറയുടെ പേര് വഴിനടച്ചിറന്ന ഈ ചിറയുടെ മണ്ടയിലാണ് ഈ കട ഇപ്പം ഇരിക്കുന്നത്. പുറമ്പോക്കായിരിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ ആ കട ഇരിക്കുന്നത്. ഈ നാട്ടിലെ എനിക്കിപ്പോൾ 55 വയസ്സാവാറായി. അപ്പം അതിന് മുന്നിലുള്ള ആളുകൾ, ജീവിച്ചിരിക്കുന്ന ആളുകളോടും അതിനുശേഷം ഈ 55 വയസ്സായ എന്നിലുള്ള ഗ്രൂപ്പിനോടും ചോദിച്ചാൽ തന്നെ ഈ സ്ഥലം എന്തായിരുന്നുള്ള രൂപം കിട്ടും. അപ്പോൾ ഈ കട ഇരിക്കുന്നത് 2 മരപ്പലകിട്ട മുറിയായിരുന്നു. ഞങ്ങളുടെ ഒരു സ്നേഹ സഹോദരനായ തണ്ടാശ്ശേരി കുട്ടേട്ടൻ പണ്ട് കാലത്ത് ഒന്ന് തലചാച്ച് കിടന്നിരുന്ന ഒരു മുറിയാണത്. അതിന് മുന്നേ വേറെ ആളുടെയിലായിരുന്നു. ആ കാലത്തൊന്നും ഇതിന് പട്ടയില്ല. അതിനുശേഷം ഇപ്പോൾ മണിയിരിക്കൽ ജോർജ് ചേട്ടൻ, കുഞ്ഞുമോൻ ചേട്ടൻ, കുഞ്ഞുമോൻ ചേട്ടൻ മരിച്ചുപോയി. അവരിലൊക്കെ അവരുടെ കയ്യിലായി മാറി. അന്നത്തെ കാലത്ത് ഇവിടെ സർവേ നടത്തുമ്പോൾ സർവേകളും പട്ടയങ്ങളൊന്നുമില്ല. അപ്പോൾ അവരേത് വിധമായിട്ട് അവർ കയറിയെടുത്ത് കുറച്ച്. അങ്ങനെ നമ്മുടെ പുത്തൂർ വില്ലേജിലെ അന്നത്തെ സ്റ്റാഫൊക്കെ വിചാരിച്ച ഒരു കല്ലാസിൽ സീൽ വെച്ച് കഴിഞ്ഞാൽ പട്ടയായി. അത്തരത്തിൽ ശേഖരിച്ചെന്നാണോ സൂചിപ്പിക്കുന്നത്? ഷുവറാണത്, അതിൽ സംശയമൊന്നുമില്ല. അങ്ങനെയുണ്ട്. അതാണ് തടസ്സവാദഗതി നിൽക്കുന്നത്. അതെ. അപ്പോൾ ഈ അതിലെ ആ കെട്ടിടം നിലവിൽ നിൽക്കുന്ന ആ കെട്ടിടത്തിന്റെ സൈഡിൽ കൂടെ ഒരു ലോറി വഴി തന്നെ ഈ ചിറയിലേക്കുണ്ട്. അതൊക്കെ ഇപ്പോൾ കയ്യേറി അവിടെ ബിൽഡിംഗായി മാറി. അപ്പോൾ ഈ 2-3 സെന്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇപ്പം ആ വ്യക്തി പറയുന്നത് 3 സെന്റ് എനിക്ക് പട്ടയുണ്ട്, അത് പട്ടയുണ്ടെന്ന് പറയലുള്ളൂ, നമ്മൾ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞില്ല, 55 വയസ്സായി എനിക്ക് മുന്നേ ഉള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാം അവിടെ എന്താ ഉണ്ടായിരുന്നു എന്നുള്ളത്. പിന്നീട് അവിടെ വലിയതായി. ഞാനൊരു കച്ചവടക്കാരനാണ്. ഈ റോഡിന് വേണ്ടി സ്ഥലം സ്വയം വിട്ടുകൊടുത്തുള്ള ഒരാളാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഒരു ബിൽഡിങ്ങാണ് അതിൻ്റെ അടുത്ത് നിൽക്കുന്നത്. അതിലൊരു 1.5 മീറ്റർ സ്ഥലമാണ് ആകെ പോകുന്നത്. ഇവർ ചോദിക്കുന്നത്, ഈ തർക്കത്തിന് വേണ്ടി ചോദിക്കുന്നത്, ഇതിൻ്റെ അലൈൻമെൻറ്റ് ഞങ്ങൾക്ക് കാണണമെന്ന. എന്താണ് അലൈൻമെൻറ്റ്? ഞാൻ അവരോട് പലവട്ടം സംസാരിച്ച് നോക്കി. ഈ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്ഥലം എടുക്കലാണ് അലൈൻമെൻറ്റ്. 2 മീറ്റർ ചോദിച്ച സ്ഥലം കൊടുക്കലാണ് അലൈൻമെൻറ്റ്. ഈ ഒരു ചെറിയ ഒരു തടസ്സവാദികളൊക്കെ കഴിഞ്ഞാൽ ഈ റോഡിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിക്കാൻ സാധിക്കില്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ അധികാരികൾ വിചാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ നാട്ടിലെ ആളുകൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊരു തടസ്സമല്ല. കളക്ടറായിരുന്ന ഹരിത ഇവിടെ ജില്ലാ കളക്ടറായിരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഉൾപ്പെടെ വിളിച്ചുകൊണ്ട് മാന്നാമംഗലത്ത് റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ വലിയ രീതിയിലുള്ള യോഗം ചേർന്നു. ആ യോഗത്തിനിപ്പുറം ചില സങ്കുചിത താല്പര്യക്കാർ ഇവിടെ ഈ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലം പോകുന്ന ആളുകളിൽ നിന്നും പണം ശേഖരിച്ചുകൊണ്ട് അവരുടെ വീടുകളിൽ തന്നെ ഇതിൻ്റെ എതിർപ്പ് അറിയിച്ചുകൊണ്ട് ഫ്ലെക്സുകൾ ഉൾപ്പെടെ വയ്ക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിനകത്ത് പഞ്ചായത്ത് ഉൾപ്പെടെ സ്വീകരിച്ചു വന്നത്, അവരുമായിട്ട് സ്ഥലം പോകുന്ന ആളുകളുടെ വിഷമമുണ്ടാവും, ആ വിഷമത്തെ പരിഹരിച്ചുകൊണ്ട് മുൻപോട്ട് പോകണമെന്നാണ് പഞ്ചായത്ത് ഉൾപ്പെടെ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ കാലതാമസം ഇതിനകത്ത് നേരിട്ടു. അതിനുശേഷം ജില്ലാ കളക്ടറും റവന്യൂ മന്ത്രിയും ഉൾപ്പെടെ കുറച്ച് വീടുകൾ, ഈ എതിർപ്പ് അറിയിച്ചിട്ടുള്ള ആളുകളുടെ വീടുകളിലേക്ക് നേരിട്ടെത്തി ഇതിൻ്റെ സ്ഥിതിവിശേഷങ്ങളെ പറ്റി അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ മുഴുവൻ ഭൂമി ആദ്യം ഏറ്റെടുക്കാതെ നിലവിൽ തരാൻ സന്മനസ്സുള്ള ആളുകളുടെ കുറ്റിയിടുക. അതിനുശേഷം ബാക്കി വരുന്ന ആളുകളെ കൂടി ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം അവരെ ധരിപ്പിച്ചുകൊണ്ട്, ഇപ്പോൾ ജോബി ചേട്ടൻ പറഞ്ഞു ആശങ്കയുണ്ടെന്ന്. ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ ആശങ്ക ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് വിവിധ തലങ്ങളിൽ യോഗങ്ങൾ, മരോട്ടിച്ചാൽ സ്കൂൾ കേന്ദ്രീകരിച്ച് ഉൾപ്പെടെ വിവിധ തലങ്ങളിൽ യോഗങ്ങൾ പറഞ്ഞ് യോഗങ്ങൾക്കകത്ത് വ്യക്തമായിട്ടുള്ള നിലപാട്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലമോ അല്ലെങ്കിൽ മതിലോ അല്ലെങ്കിൽ കെട്ടിടങ്ങളോ പോകുന്ന ആളുകളുടെ കെട്ടിടവും മതിലും ഉൾപ്പെടെ പോകുമ്പോൾ അത് കെട്ടിക്കൊടുക്കാവുന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഉൾപ്പെടെ ഇതിൻ്റെ ഈ വർക്ക് എടുത്തിട്ടുള്ള മലയോര ഹൈവേയുടെ ടീമും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിനിധികളും വലിയ രീതിയിലുള്ള ഉറപ്പ് കൊടുത്തിട്ടുള്ളതാണ്. താങ്കളുടെ ഈ ഒരു സ്ഥലം
വിട്ടുകൊടുത്തുകൊണ്ടാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകിയത്. എത്ര സെന്റ് സ്ഥലം വിട്ടുകൊടുത്തിട്ടുണ്ട്? ഏകദേശം ഒരു 15 സെന്റ് ഈ റോഡിന് വേണ്ടിയിട്ട്. റോഡിന് വേണ്ടി പോകും. എനിക്ക് 3-4 സ്ഥലത്തുണ്ട് ഒക്കെ. എന്തെങ്കിലും തരത്തിലുള്ള ഫണ്ടുകൾ മറ്റുള്ള കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അവര് മതിൽ വേണ്ടെങ്കിൽ അത് അതിന് പൈസ അല്ലെങ്കിൽ ഇത്തരം ഈ ഒരു പദ്ധതി തുടക്കം വരുമ്പോൾ വലിയ ആശങ്ക ഉണ്ടായിരുന്നില്ലേ? ആശങ്ക എനിക്ക് ഇഷ്ടമായിരുന്നു മലയോര ഹൈവേ വരുന്നത്. എന്താ വെച്ചാൽ നമ്മള് ഞാൻ ചോദിക്കുന്നത്, ഇത്തരം ആശങ്കകളുള്ള ധാരാളം പേരുണ്ട്. അവർക്ക് പരിഹരിക്കാനായിട്ട് നിങ്ങളെ വിളിക്കുകയും നിങ്ങളോട് ഒപ്പം തന്നെ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ ഇരുന്നിട്ടുണ്ടോ? എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ തയ്യാറാണ്, എപ്പോൾ വേണമെങ്കിലും ഒപ്പിട്ട് തരാം. കാര്യങ്ങൾ സ്ഥലം കൃത്യമായിട്ട് തന്നെയാണ് ഇതിന്റെ നേതൃത്വത്തിലിരിക്കുന്ന അധികാരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നീതിയർത്ഥ റെസിഡന്റ് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് പൂർണ്ണമായി 15 സെന്റ് സ്ഥലം അല്ലേ? 15 സെന്റ് സ്ഥലം. ഇവിടെയൊക്കെ മാർക്കറ്റ് റേറ്റ് എങ്ങനെയാ? അത് നമുക്കറിയില്ല. എങ്ങനെയുണ്ട് ഇവിടുത്തെ മാർക്കറ്റ് റേറ്റ് ഒക്കെ? ഒരു 2-3 ലക്ഷം രൂപ വരും. 3 ലക്ഷം രൂപ സെന്റിന് വരുന്നുണ്ട്. സെന്ററിലൊക്കെ അവിടെ കൊടുത്തത് 5 ലക്ഷം. 5 ലക്ഷമാണ്. അതും ഫ്രണ്ട് സെന്ററിലെ വില നോക്കണ്ട, 5 സെന്റ് 6 സെന്റ്. ഒരു 3 ലക്ഷം രൂപ ഓൾറെഡി വില വരും ഇപ്പൊ ഇയാളെ വിട്ടുകൊടുക്കുന്ന സ്ഥലം. അതായത് ഒരു 3 ലക്ഷത്തി ചില്ലാനും രൂപ എങ്കിലും വരും ഓരോ സെന്റ് സ്ഥലത്തിന് ഈ മരോട്ടിച്ചാൽ മാതാമംഗലം ഏരിയയിലൊക്കെ. നിങ്ങൾ പലപ്പോഴും ഇത് കാണുന്ന അധ്യായം കാണുന്ന പല ആളുകളും ചോദിക്കും ഈ കാട്ടുമുക്കിൽ എത്ര വിലയോ എന്ന്. കാട്ടുമുക്കിലല്ല, ഇവിടുത്തെ വായുവിനാണ് വില, ശുദ്ധവായുവാണ്. ഒരു വികസനത്തിന് ആരും തന്നെ എതിരല്ല എന്ന് പറയുമ്പോഴും ജനങ്ങൾക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ട് സമ്മതിക്കാൻ ചില വിമുഖതകളൊക്കെ ഉണ്ട്. എങ്ങനെ നോക്കി കാണുന്നു? സ്വാഭാവികമായിട്ടും അതുണ്ടാവും. അത് ആരും ഇന്നേ വരെ വികസന കാര്യങ്ങൾക്ക് പൂർണ്ണ മനസ്സോടുകൂടി ആരും ഒരു സ്ഥലത്തും വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ മരോട്ടിച്ചാലിനെ സംബന്ധിച്ചിടത്തോളം ഒരു 90% ആളുകളും ഈ മലയോര ഹൈവേക്ക് പൂർണ്ണ സമ്മതമാണ്. ഇപ്പോൾ കുറച്ചു മുമ്പ് നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ നാട്ടുകാരൻ തന്നെ പറഞ്ഞു, ഏകദേശം 10-15 സെൻറ്റ് സ്ഥലമോളം എൻ്റെ പോകുന്നുണ്ട്. 3 ലക്ഷത്തിൻ്റെ മുകളിൽ വില വരുന്ന സ്ഥലം വിട്ടുകൊടുക്കുമ്പോൾ അതൊക്കെ നമ്മൾ നല്ല മനസ്സിൽ കാണണം. അങ്ങനെ പല ആളുകളും അങ്ങനെ സ്ഥലം വിട്ടുകൊടുക്കുന്നുണ്ട്. അതിനുപരി നമുക്ക് എത്രയും പെട്ടെന്ന് വേണ്ടത് ഈ പാലം പണിയിലാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് വേണ്ടത് മലയോര ഹൈവേ വരുമ്പോൾ അത് വരട്ടെ, അതിൻ്റെ കാര്യങ്ങളൊക്കെ നിയമ തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ വന്നോട്ടെ, നമുക്ക് വിരോധമില്ല. നമ്മൾ ഒരു വാഹനം ഓടിക്കുന്ന ഒരാളും ഒരു പാർട്ടിയുടെ പ്രതിനിധി ആയതുകൊണ്ടും നമുക്ക് ഈ പാലത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഈ പാലം അതിൻ്റെ അടിവശം പോയി നോക്കിയാൽ അതിൻ്റെ കമ്പികൾ വരെ ഇളകിയിരിക്കുന്ന അവസ്ഥ ദൃശ്യങ്ങളൊക്കെ കാണിച്ചതാണ്. ആ എത്രയും പെട്ടെന്ന് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ പാലം പണിയണം. അതാണ് നമുക്ക് പറയാനുള്ളത് മെയിൻ ഒരു കാര്യം. പിന്നെ നമുക്ക് പറയാനുള്ളത് ഇതിലെ പോകുന്ന ഹെവി വാഹനങ്ങൾ, എനിക്ക് തോന്നുന്നു, ഞാനിത് ഇവിടെ ആരും പറഞ്ഞ് കേട്ടിട്ടില്ല, ഇത് എത്രയും പെട്ടെന്ന് ഇവിടെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് കട്ടിങ് വഴിക്ക് വാഹനം തിരിച്ചു വിടണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നിരവധി സ്കൂൾ വിദ്യാർത്ഥികൾ പോകുന്ന വണ്ടി ഈ മരോട്ടിച്ചാലിൽ നിന്ന് കയറുമ്പോൾ വണ്ടി ഫുൾ ടൈറ്റ് വണ്ടിയാണ്. ഒരു അപകടം വന്നിട്ട് നമ്മൾ ബസ്സുകളൊക്കെ അതുവഴി സഞ്ചരിക്കണം, വാഹനങ്ങൾ മാറ്റി വിടണം. ഈ പാലത്തിൻ്റെ മുകളിലൂടെ തടികൾ കയറ്റിയ വാഹനങ്ങൾ കയറി പോകുന്നുണ്ട്, ബസ്സുകൾ പോകുന്നുണ്ട്. ഒരു അപകടം ഉണ്ടായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വഴി നന്നാവാത്തതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ ഒരു 6-7 വർഷം മുമ്പ് ഞങ്ങളൊരു പദയാത്രയൊക്കെ നടത്തിയതാണ് പുളിഞ്ചോട് വരെ. അതിൻ്റെ സൂചകമായി നമുക്ക് മരോട്ടിച്ചാൽ സെൻറ്റർ വരെ ടാറിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി. അന്ന് മുതൽ ഈ വഴി ശോചനീയാവസ്ഥയിൽ കിടക്കുന്നു. എത്രയും പെട്ടെന്ന് പാലം പണിയണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം എനിക്ക് തോന്നുന്നത് 5-8 മാസം മുന്നേ മാറ്റൊലി തന്നെയാണ് ഇവിടെ ഇതിനെപ്പറ്റിയുള്ള വിശദീകരണ കാര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ മുന്നിലെത്തിയത്. അന്ന് ഇതിൻ്റെ കാര്യങ്ങൾ വളരെ അപകടാവസ്ഥയിലാണെന്നും എത്രയും പെട്ടെന്ന് ഈ പാലം പണി തീർത്തില്ലെങ്കിൽ തുടർന്ന് അതിൻ്റെ കൂടെ മലയോര ഹൈവേയും, നേരത്തെ മുന്നുള്ളവർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാടിൻ്റെ വലിയൊരു ഭാവിയാണ് ഈ വഴി, ഒപ്പം പാലം. 2 നിയോജകമണ്ഡലങ്ങൾ യോജിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണിത്. എനിക്ക് തോന്നുന്നു പുത്തൂർ പഞ്ചായത്തിൽ ഇത്രയും മോശമായ റോഡ് ഉണ്ടാവാൻ സാധ്യതയില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, ഈ ആധുനിക കാലഘട്ടത്തിൽ റോഡിന് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഗവൺമെൻറ്റുകൾ തന്നെയാണ് മാറി മാറി വരുന്നവരൊക്കെ. എന്നാൽ ഈ അവസ്ഥ തുടങ്ങിയിട്ട് ഇപ്പോൾ വർഷങ്ങളായി, ഇപ്പോഴും ഇതിനൊരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് മുൻകാലങ്ങളിൽ പരിഹാരം അല്പം പുറകിലായിരുന്നെങ്കിലും ഇപ്പോൾ ഗവൺമെൻറ് തുറന്ന മനസ്സോടെ ഇത് പണിയാൻ തയ്യാറായി വരുമ്പോൾ നാട്ടിലെ ഇതിനുമായി ബന്ധപ്പെട്ട് സ്ഥലം നഷ്ടപ്പെടുന്ന ചില വ്യക്തികൾ മാത്രം വളരെ ശക്തമായൊരു എതിർപ്പായിട്ട് നിൽക്കുകയാണ്. നമുക്കറിയാം, മുൻകാലങ്ങളിൽ ഒരു കൈവഴിയായിരുന്നതാണ് ഇപ്പോൾ ഇത്രയും വീതിയിൽ എത്തിച്ചേർന്നത്. നഷ്ടപ്പെടാതെ ഒന്നും നടക്കില്ല. എല്ലാവരും അതിന് സഹകരിക്കുകയാണ് വേണ്ടത്. വീട് രണ്ടും നഷ്ടപ്പെടും എൻ്റെ. പക്ഷേ നമുക്ക് വീട് നഷ്ടപ്പെടുന്നതല്ല, നമ്മുടെ നാടിൻ്റെ വികസനമാണ് ഏറ്റവും വലിയ ഇത്. ഇപ്പം എൻ്റെ അടുത്ത് പല രീതിയിൽ വന്നിട്ടുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്ന ആളുകൾ മതം, രാഷ്ട്രീയം,
നമുക്ക് എല്ലാവർക്കും വ്യക്തമായ മതം രാഷ്ട്രീയ കാഴ്ചപ്പാടൊക്കെ ഉണ്ട്. പക്ഷെ നാടിൻ്റെ വികസനത്തിൽ ഇത്തരം കാഴ്ചപ്പാടുകൾ പിന്നിലാണ് വരേണ്ടത്. നമുക്ക് ആദ്യം നമ്മുടെ റോഡ്, വൈദ്യുതി, വെള്ളം, ഇതാണ് നമുക്ക് അത്യന്താപേക്ഷിയായിട്ടുള്ള കാര്യങ്ങൾ. അതിന് നമ്മൾ എതിർക്കുന്നത് ശരിയായൊരു നടപടിയല്ലെന്ന് എനിക്ക് കാര്യമായിട്ട് ചോദിച്ച് ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. താങ്കളുടെ 2 വീടുകൾ നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. 2 വീട് നഷ്ടപ്പെടുന്നത് ചെറിയ കാര്യമല്ല. ഞാൻ ചോദിക്കുന്നത്, ഇത്തരം ഈ ഒരു ആദ്യമായിട്ട് ഇതിൻ്റെ പദ്ധതി രൂപം സൃഷ്ടിച്ചപ്പോൾ ഇങ്ങനെ വലിയ ഉള്ളിൽ ആശങ്കകളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം ആശങ്കകൾ പരിഹരിക്കാൻ നിങ്ങളെ ഇതിൻ്റെ അധികാരികൾ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? നിങ്ങളെ ഒരുമിച്ച് ഒരു മേശയ്ക്ക് ചുറ്റും അപ്പുറം ഇരുത്തിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല. ഞാൻ സ്വയം ഈ റോഡ് വരുന്നതിൽ സന്തോഷമുള്ള ആളാണ്. അപ്പോൾ ഞാൻ മുന്നേ ഇതിന് അങ്ങനെ ഇവിടെ നടന്നിട്ടുണ്ടോ? ഇവിടെ ആദ്യം ഒരു വിശദീകരണ യോഗം നടന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഞാൻ വ്യക്തമായി അതിന്റെ എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇവിടുത്തെ ജനങ്ങളെ. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് എനിക്കറിയില്ല. ഇവിടെ അതിക്ക് മുമ്പ് ഒരു യോഗം നടന്നിട്ടുണ്ട്. പിന്നെ ഒരു യോഗം ഇവിടെ വിളിച്ചു കൂടിയുണ്ട് ഇതിനെ എതിർക്കുന്ന ഒരാളുകൾ. അപ്പോൾ എനിക്ക് തോന്നിയപ്പോൾ അത് ആ കൂടെ നിൽക്കുന്നത് ശരിയില്ല എന്നുണ്ട് ഞാൻ ആ ഒറ്റ യോഗത്തോടുകൂടി നമ്മൾ അതിൽ നിന്ന് അവസാനിപ്പിച്ച് പോകും. പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുകയാണ്. ഞാൻ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുകയാണ്. ഞാൻ മരവട്ടിച്ചാൽ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി ഇടവകാരനാണ്. നമ്മുടെ പള്ളിയുടെ ഏകദേശം ഏറ്റവും സെൻറ്ററായ ഒരു സ്ഥലമാണ്. സെൻറ്റിനൊരു 7 ലക്ഷം രൂപ വരെ മതിപ്പ് വിലയുള്ള ഒരു സ്ഥലം. 100 മീറ്റർ നീളത്തിലാണ് ആ സ്ഥലത്തിൻ്റെ ഫ്രണ്ട് പോണത്. ആ ദേവാലയത്തിന്റെ മനോഹരമായ ഒരു പ്രദേശം മുഴുവൻ വീട് റോഡിനായിട്ട് വിട്ടുകൊടുക്കുകയാണ്. എല്ലാ ആളുകളും ഒരേ മനസ്സോടെ വിട്ടുകൊടുത്തു. അത് എല്ലാവരും ഒരു മാതൃകയാക്കാവുന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നും കൂടി ആവശ്യപ്പെടും. പ്രത്യേകിച്ച് ഈ പാലത്തിന്റെ മുകളിലൂടെയുള്ള യാത്ര എങ്ങനെ? എൻ്റെ പൊന്നു ചേട്ടന്മാരെ, വർഷങ്ങളായിട്ടുള്ളൊരു ദുരിതമാണ്. ഒരു ദിവസം ഒരു 6-7 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പാലം അതിഭീകരാവസ്ഥയിലാണ്. റോഡ് അതിലും അക്രമമാണ്. വർഷങ്ങളായിട്ട് തകർന്നു കിടക്കുകയാണ്. ഒരു നിവൃത്തിയില്ല. അടിയന്തരമായിട്ട് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നടപടികളുണ്ടായി ഈ റോഡും പാലവും പുനർനിർമ്മിക്കണമെന്ന്. ഈ റോട്ടിലൂടെ, അതായത് നിങ്ങൾ തൃശ്ശൂർ മരവട്ടിച്ചാൽ റോട്ടിലാണ് ഈ വാഹനം ഓടുന്നത്. ഇപ്പൊ ഈ പാലത്തെ ആശ്രയിക്കാതെ തൃശ്ശൂർക്ക് വേറെ വല്ല പാതയുണ്ടോ? നിലവിൽ എളുപ്പമല്ല. കാര്യം കട്ടിങ് വഴിക്കൊരു വഴി ഉണ്ടെങ്കിലും അത് കണ്ടമാനം കയറ്റവും ദുർഘടമാണ്. ആൾക്കാരൊക്കെ വെച്ച് കയറി പോകണമെങ്കിലും വരണമെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹെവി വാഹനങ്ങൾ 2 ഒരുമിച്ച് വന്നാൽ സൈഡ് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അത്ര നിവൃത്തിയില്ലാതെ വന്നാൽ മാത്രം എന്നൊക്കെ പോകാന്നുള്ളതല്ലാതെ ദൈനംദിനം പോയി വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. മെയിൻ റോഡ് തന്നെയാണ്. ഇതാ ഇല്ലെങ്കിൽ വേറെ വഴി പോകണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഈ റോഡ് വികസനത്തിനെതിരല്ല, പക്ഷെ നഷ്ടപ്പെടാൻ പോകുന്ന സ്ഥലത്തിനും അതിനും അർഹമായ ഒരു ഇത് കിട്ടണം. അർഹതായേക്കാൾ 100 കുറച്ച് തന്നാൽ മതി. കൂടുതൽ ആഗ്രഹിക്കുന്നില്ല. വികസനം എത്ര വന്നാലും ഞങ്ങൾക്ക് താല്പര്യമാണ്. അതിനും എല്ലാ സഹായം ചെയ്ത് കൊടുക്കാം. പക്ഷെ വെറുതെ പറ്റില്ല എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഗവൺമെൻറ് അടിച്ചൊതുക്കി ഞങ്ങളെ ഭരിക്കുകയാണ്. ഞങ്ങൾക്ക് നിവൃത്തിയൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ എല്ലാ കക്ഷിയും കൂട്ടിയിട്ടാണ് ഇത് ഒരുക്കുന്നത്. അത് നമ്മളതിനെതിരില്ല. പക്ഷേ ഞങ്ങൾക്ക് മാന്യമായ നഷ്ടപരിഹാരം കിട്ടണം. അതിനിടയ്ക്ക് പല പേശികൾ വന്നിട്ട് ഞങ്ങളുടെ വ്യാപാരി ഭവനം ഇരിക്കുന്നത് പുറമ്പോക്കിലെന്ന് റൂട്ട് പറയുന്നത്. അപ്പോൾ ഇതൊന്നും അതിൻ്റെ ആധാരങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. എല്ലാം കാണേണ്ടവരെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കിട്ടാണ്ട് വിട്ടുകൊടുക്കില്ല എന്നാണ് മനസ്സിലിരിപ്പ്. ഞങ്ങൾ ഒരിക്കലും എതിരല്ല. എല്ലാത്തിനും എല്ലാം 100% വേണേ 1 ലക്ഷം രൂപ പിരിവ് വേണ്ടി കൊടുക്കാം. ഈ വഴിക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കാം. പക്ഷേ മാന്യമായ രീതിയിൽ ഞോടും പ്രതികരിക്കണം. ചർച്ച അവസാനിപ്പിക്കും മുമ്പ് ഒരു വാക്ക്. ഞങ്ങൾ ആരുടെയും പക്ഷം പിടിച്ചുകൊണ്ടോ ആരുടെയും പക്ഷങ്ങൾ ഉയർത്തിക്കെട്ടുവാനോ താഴ്ത്തിക്കെട്ടുവാനോ ഒന്നുമല്ല ഞങ്ങൾ ഈ ഒരു ചർച്ച കൊണ്ട് ആഗ്രഹിച്ചത്. ഞങ്ങൾ ആഗ്രഹിച്ചത് ഈ ഒരു വിഷയം, ഇതിൻ്റെ ഈ പാലത്തിൻ്റെ ഏറ്റവും വലിയൊരു ദുർഘടമായ അവസ്ഥയെക്കുറിച്ച് പൊതുസമൂഹത്തിലേക്ക് ഏറ്റവും കൃത്യതയോടുകൂടി വ്യക്തതയോടുകൂടിയും വാർത്തയേക്കാൾ ഉപരി ഒരു പ്രോഗ്രാം തന്നെ എത്തിച്ചത് മാറ്റുലി സംഘമാണ്. അത് അർഹമായൊരു പ്രാധാന്യം തന്നെയാണ് അധികാരികൾ അന്ന് കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഫണ്ട് അനുവദിക്കുകയും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുകയും ചെയ്തത്. ഈ ഒരു പാലവുമായി ബന്ധപ്പെട്ട് ഇതിലൂടെയാണ് മലയോര ഹൈവേ വരുന്നതും. പക്ഷേ ഇതിനെല്ലാം ചില തടസ്സങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മൾ കാണുന്നത് പോലെയല്ല. മറ്റ് ചില സ്ഥലങ്ങളിലൊക്കെ ഭൂമി വിട്ടുകൊടുത്തെങ്കിലും ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. അതിൽ കാരണങ്ങൾ ഇതൊക്കെയാണ് എന്ന് വീണ്ടും അധികാരികളുടെ അടുത്തേക്ക് ഞങ്ങൾ ഒന്നുകൂടി എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 അധ്യായങ്ങൾ ഞങ്ങൾ സംപ്രേഷണം ചെയ്തത്. തീർച്ചയായിട്ടും ഈ ഭാഗത്ത് ആരും തന്നെ വികസനത്തിനെതിരൊന്നുമല്ല. എത്രയും വേഗം തന്നെ ഈ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കണം. ഒപ്പം തന്നെ ഞങ്ങൾ മുന്നേ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ പാലത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വല്ലാത്ത ഒരു ദുർഘടമായ അവസ്ഥയാണ്. അപകടം വിളിച്ചോതുകയാണ് ഓരോ വാഹനങ്ങൾ ഇതിലെ കടന്നു പോകുമ്പോഴും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് വെച്ച ഒരു ആശയം അത് അധികാരികൾ വേണ്ട രീതിയിലൊന്ന് പരിഗണിക്കുകയെങ്കിലും വേണം. ഇതിലൂടെ ഭാരമുള്ള വാഹനങ്ങൾ കടത്തിവിടാൻ പാടില്ല. അതിന് മറ്റുള്ള ഏതെങ്കിലും ഒരു പാത, തൃശ്ശൂർക്കുള്ളൊരു പാത ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. കാരണം ഈ പാലത്തിന് അത്ര ഉറപ്പില്ല. ഓരോ നിമിഷവും അതിൻ്റെ ഉറപ്പ് കുറഞ്ഞു വരികയാണ്. ഞങ്ങളതിൽ ഏറ്റവും ഭംഗിയായിട്ടും കൃത്യതയോടുകൂടിയാണ് അതിൻ്റെ ദൃശ്യങ്ങൾ, അതിൻ്റെ അടിഭാഗത്തെ ദൃശ്യങ്ങൾ വരെ ഞങ്ങൾ ഈ പാലത്തിൻ്റെ തകർന്നു പോകുന്ന കമ്പിയുടെ അവസ്ഥകൾ വരെ ഞങ്ങൾ എടുത്ത് കാണിച്ചത്. അതുകൊണ്ട് അത് വീണ്ടും ഞങ്ങളോടൊന്ന് ആവർത്തിക്കുകയാണ്.
ശ്രദ്ധിച്ചാൽ അത് വലിയൊരു ദുരന്തത്തിലേക്കൊന്നും പോവാതെ കഴിയും. അപ്പോൾ എന്തായാലും ഞങ്ങൾ തൽക്കാലം ഇവിടെ നിന്ന് വിട വാങ്ങട്ടെ. നാളെ മറ്റൊരു സ്ഥലത്ത് മറ്റൊരു ജനകീയ വിഷയവുമായിട്ട് കണ്ടുമുട്ടാം. നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന ഓരോ പ്രോത്സാഹനത്തിനും ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് നാളെ കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി. നമസ്കാരം.